നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ അനീഷ് മോഹന്റെ ഭൗതികശരീരം കൊച്ചിയിലെത്തിച്ചു. കൊൽക്കത്തയിൽ നിന്നാണ് മൃതദേഹം വിമാനമാർഗം കേരളത്തിലെത്തിച്ചത്. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും കോട്ടയം പാമ്പാടിയിലെ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയി. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ ഔദ്യോഗിക ചടങ്ങുകളോടെ വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷന്റെ സിക്കിം യൂണിറ്റ് മാനേജരായി സേവനമനുഷ്ഠിച്ചിരുന്ന അനീഷ് മോഹനെ അപകടത്തിൽ കാണാതാകുന്നത്. സിക്കിമിലെ നാംചി ജില്ലയിലെ സമർദുങ്ങിൽ NHPCയുടെ തീസ്ത സ്റ്റേജ് 6 ഹൈഡ്രോ പവർ പ്രോജക്ടിന്റെ ഭാഗമായുള്ള തുരങ്കപാത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലാണ് ദാരുണ സംഭവമുണ്ടായത്. മീഥെയിൻ വാതക ചോർച്ചയെ തുടർന്നുണ്ടായ സ്ഫോടനവും പിന്നാലെയുണ്ടായ ശക്തമായ മണ്ണിടിച്ചിലുമാണ് വൻ ദുരന്തത്തിന് കാരണമായത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. പശ്ചിമ ബംഗാൾ, പഞ്ചാബ്, അസം, ഉത്തരാഖണ്ഡ് തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഈ ദുരന്തത്തിൽ മരണപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥരും തൊഴിലാളികളും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.